ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PC മോളിക്യൂൾസ്. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് LGS പ്രിലിമിനറി എക്സാമിൻ്റെ 3ാം ഘട്ട പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 60 ക്വസ്റ്റ്യൻസ് നോക്കി, അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 61ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? ഹൃദയം. അതുപോലെ ശ്വാസകോശത്തെ ആവരണം ചെയ്യപ്പെടുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പ്ലൂറ. കുഷ്ഠം. 63ാമത്തെ ക്വസ്റ്റ്യൻ, ജീവകമേയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. ഇത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, എത്രയോ തവണ PSC ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും മറക്കരുത്. ജീവകമേയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? നിശാന്തത. 64ാമത്തെ ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ്. ഓപ്ഷൻ എ ടാർട്രസിൻ. 65ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പദ്ധതി. വയോമധുരം പദ്ധതി. 66ാമത്തെ ക്വസ്റ്റ്യൻ, പപ്പായയുടെ ജന്മദേശം ഏത്? അമേരിക്ക. 67ാമത്തെ ക്വസ്റ്റ്യൻ, നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? ഓപ്ഷൻ എ കാറ്റ്. 68ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തമുണ്ടായത് എന്ന്? 2017 നവംബർ 29. 69ാമത്തെ ക്വസ്റ്റ്യൻ, 69ാമത്തെ ക്വസ്റ്റ്യൻ, തെങ്ങ്. ഓപ്ഷൻ ഡി തെങ്ങ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ തെന്മല. 71ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തെ മറ്റ് മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? പ്രോട്ടോൺ. ഓപ്ഷൻ എ പ്രോട്ടോൺ. 72ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? സിങ്ക്. ഓപ്ഷൻ സി. 73ാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ്? ഓപ്ഷൻ ഡി ഗ്രൂപ്പ് 18. 74ാമത്തെ ക്വസ്റ്റ്യൻ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഓപ്ഷൻ ബി ഓക്സിജൻ. 75ാമത്തെ ക്വസ്റ്റ്യൻ, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം എന്ന് പറയുന്നത് ഒരു ബേസിക് ആണ്. അപ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് വേണ്ടത്? സോയിലിന് അസിഡിക് കണ്ടൻറ് ഉണ്ടായിരിക്കണം. ബേസിക് ചേർക്കണമെങ്കിൽ സോയിൽ എന്തായിരിക്കണം? അസിഡിക് ആയിരിക്കണം. അസിഡിക് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കണം pH? 3. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 76ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? ഓപ്ഷൻ എ 27.25 ദിവസം. 77ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത്? ഓപ്ഷൻ ഡി ഊഞ്ഞാലിൻ്റെ ചലനം. 78ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്നവ ഏവ? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി എന്താണ്? ബിയും സിയും. അതായത് വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു എന്നുള്ളത് കോൺകേവ് ദർപ്പണത്തിൻ്റെ ഒരു സവിശേഷതയാണ്. സി എന്താണ്? വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. അതും കോൺകേവ് ദർപ്പണത്തിൻ്റെ ഒരു സവിശേഷതയാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി സംവഹനം. 80ാമത്തെ ക്വസ്റ്റ്യൻ, വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏത്? തിരുവാതിര. ഓപ്ഷൻ സി തിരുവാതിര. ഇന്ന് നമ്മൾ നോക്കിയ 20 ക്വസ്റ്റ്യൻസും ഇന്ന് തന്നെ പഠിച്ചിട്ട് പോവുക. കാരണം ഇതൊക്കെയും ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. പ്രത്യേകിച്ച് LGS പരീക്ഷയുടെ ഒരു സീക്രട്ട് ഫോമിൽ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രമാത്രം വർക്കൗട്ട് ചെയ്യുന്നോ, അതുപോലെ തന്നെ എത്ര തവണ റിവിഷൻ ചെയ്യുന്നോ എന്നതിലാണ് നമുക്ക് എക്സാം ക്ലിയർ ആവുന്നത്. അതുകൊണ്ട് പരമാവധി ക്വസ്റ്റ്യൻസ് കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.